സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവേ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ദൈവമേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ യുദ്ധശക്തിയെ കർത്താവെ തകർത്തെറിയണമേ. വലിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. സ്തുതിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശക്തി യുദ്ധശക്തിയെ കെടുത്തിക്കളയും. ഓരോരുത്തരും വിശ്വസിക്കുക, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഈ അരക്ഷിതാവസ്ഥ, അങ്ങേയറ്റം സങ്കടവും ഭാരവും, കർത്താവേ, ഇതിൻ്റെ മേൽ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധക്കെടുതിയിൽ ഭാരപ്പെടുന്ന ജനതകൾക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇതിനിടയിൽ ജീവിതത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ബന്ധുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, സാധാരണപ്പെട്ടവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും കണ്ണുനീരുമായിട്ട് നിലനിൽക്കുന്ന യുദ്ധത്തിൻ്റെ മേൽ കർത്താവേ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ യുദ്ധശക്തിയെ കർത്താവെ കെടുത്തിക്കളയണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവെ, ലോകത്തെവിടെയെല്ലാം തിന്മയായ കാര്യങ്ങൾ ആലോചിക്കുന്ന ലോക നേതാക്കൾ, മതനേതാക്കൾ, തലമുറകളെ തകർക്കുന്ന യുദ്ധഭീഷണിയിൽ കഴിയുന്ന അനേക വ്യക്തികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മേലെല്ലാം അങ്ങയുടെ അത്ഭുതകരമായൊരു ശക്തി വെളിപ്പെടണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൈകൾ കൂപ്പി കണ്ണു തുറന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് പ്രൊവേർബ്, സുഭാഷിതങ്ങളുടെ പുസ്തകം, അതിൻ്റെ 21-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചേ. 21:1, ബുക്ക് ഓഫ് പ്രൊവേർബ്, ചാപ്റ്റർ 21 വേഴ്സ് 1. ചാപ്റ്റർ 21 വേഴ്സ് 1. പ്രത്യേകിച്ച് ലോക നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ശ്രദ്ധിച്ചെടുത്ത് വായിച്ചോളൂ. വായിച്ചേ. രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. കണ്ടോ, രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു നേതാവ്, ഒരു രാജ്യത്തിന്റെ അധികാരിയെ കർത്താവാണ് നിയന്ത്രിക്കേണ്ടത്. ദൈവമാണ് ഒരു രാജ്യത്തിന്റെ അധികാരിയെ നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തെങ്കിലും ദുഷ്ടതയോ ലോകത്തിന്റെ തിന്മകളോ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, അങ്ങ് ഈ വ്യക്തികളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ.
വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ അപകട മേഖലകൾ മുഴുവൻ ദൈവമേ അങ്ങ് ഏറ്റെടുക്കണമേ. എസക്കിയേലിന്റെ പ്രവചനത്തിൽ ഒരു സുന്ദര വചനമുണ്ടല്ലോ. എസക്കിയേലിന്റെ പ്രവചനം 19-ാം തിരുവചനം 11:19 നമുക്കറിയാവുന്ന വചനമാണ്. വായിച്ചേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, വചനം നമുക്ക് ഏറ്റുപറയാം. വലതുകര ഉയർത്തിപ്പിടിച്ച് ലോക നേതാക്കൾക്ക് വേണ്ടി ഈ വചനം ഏറ്റുപടിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുക. ലോക നേതാക്കൾക്ക് കർത്താവിൻ്റെ വലിയ കൃപ കിട്ടാൻ വേണ്ടി വലതുകര ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിലെ എല്ലാ നേതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, ഡൊണാൾഡ് ട്രംപ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അതോടൊപ്പം തന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒമാൻ എന്ന് പറയുന്ന രാജ്യം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സൗദി അറേബ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇറാഖ് എന്ന് പറയുന്ന രാജ്യം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 7 ചെറിയ ചെറിയ രാജ്യങ്ങൾ ചേർന്ന ഗൾഫിലെ പ്രധാനപ്പെട്ട മേഖല UAE. അത് അബുദാബിയുണ്ട്, അതോടൊപ്പം തന്നെ ദുബായിയുണ്ട്, ഷാർജയുണ്ട്, അജ്മാനുണ്ട്, റാസൽ ഖൈമയുണ്ട്, ഫുജേറയുണ്ട്, അതിൽ ഉമ്മൽ ഖോയ്യം. ഈ പറഞ്ഞ 7 ദേശങ്ങളിലും കർത്താവേ അങ്ങയുടെ ശക്തി വെളിപ്പെടണം. ഒത്തിരി സഹോദരങ്ങൾ ഈ ദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ലോക നേതാക്കൾ, ഈ രാജ്യങ്ങളുടെ നേതാക്കൾ, കർത്താവേ അങ്ങയുടെ ശക്തമായ കൃപയാൽ എസക്കിയേൽ പ്രവചനം 11-ാം അധ്യായം 19-ാം തിരുവചനം ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഹല്ലേലൂയാ. കർത്താവ് ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ നൃപാതരണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയാ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 147 3-ാം തിരുവചനം നമുക്ക് പരിചിതമായ വചനമാണ്. ഏതാ വചനം? അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തും, അവരുടെ മുറിവുകൾ വച്ചുകെട്ടും. അപ്പൊ ഏതെങ്കിലും തരത്തിൽ മുറിവേറ്റ ലോക നേതാക്കൾ ഉണ്ടാവും. അവരുടെ ഈഗോ ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം അറ്റാക്ക് ചെയ്യുമ്പോൾ സത്യത്തിൽ ആർക്കാണ് തോൽവി സംഭവിക്കുന്നത്? മനുഷ്യർക്കാണ് തോൽവി സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ആരെങ്കിലും വിജയിക്കുന്നുണ്ടോ? ആരും വിജയിക്കുന്നില്ല. യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആരും വിജയിക്കുന്നില്ല. തോൽവി മനുഷ്യന് മാത്രമാണ്. ദുരന്തങ്ങൾ മനുഷ്യന് മാത്രമാണ്. നഷ്ടം മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് ഇതാ ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യുദ്ധത്തിൽ ഒരു മനുഷ്യനുമല്ല വിജയിക്കുന്നത്. പരസ്പരം തമ്മിൽ തല്ലി കലഹിച്ച് ദുഃഖം കണ്ണുനീര് ഓരോ വ്യക്തിയും ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ മുറിവേറ്റ മനുഷ്യരെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള ഒരു ബലം. നമുക്ക് പരിചയമുള്ള ആളുകൾ, മുറിവേറ്റവര്, ഭാരപ്പെട്ടവര്, ഏതെങ്കിലും തരത്തിൽ ഞെരുക്കത്തിൽ കഴിയുന്നവർ, അവർക്കൊക്കെ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു തീരുമാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് ചെന്നിട്ടുള്ളവരുണ്ട്. എന്തെങ്കിലും ഒരു ജോലി തരപ്പെട്ട് കുടുംബം മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ട് ചെന്നിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ശരിയാകും, ഇപ്പോൾ ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് ചില ജീവിത സാഹചര്യങ്ങളിൽ അവരവിടെ ഇങ്ങനെ കഴിയുകയാണ്. ഇങ്ങനെ ഒരു യുദ്ധാവസ്ഥ വന്നതോടുകൂടി അവരുടെ ജീവിതം മുഴുവൻ വഴിവെട്ടി.
ഇനി മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഇനി ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആളുകളുണ്ട്. ഇങ്ങനത്തെ പണം കിട്ടിയ പണം മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇതിൻ്റെ വരുമാനം കിട്ടിയിട്ട് വേണം ജീവിതം മുന്നോട്ട് നീങ്ങാൻ. എന്നാൽ ഇപ്രകാരം ഒരു യുദ്ധം വരുന്നതോടുകൂടി എല്ലാ വരുമാന മാർഗങ്ങളും അടയപ്പെട്ടു, എല്ലാ മേഖലകളും അസ്വസ്ഥരായി. അതോടൊപ്പം തന്നെ ഗൾഫിലെ പല ദേശങ്ങളിലും ജയിലുകളിൽ കഴിയുന്നവരുണ്ട്. ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങാം എന്നുള്ള വലിയ പ്രതീക്ഷയിൽ നിസ്സഹായരായിട്ട് കഴിയുന്ന ചില പാവങ്ങളൊക്കെയുണ്ട്. അനേകരുടെ പ്രാർത്ഥനാ സഹായമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശരിയാകും, ഇപ്പോൾ ശരിയാകും. എന്നാൽ ഇപ്രകാരം ഒരു യുദ്ധഭീഷണി വന്നതോടുകൂടി അതെല്ലാം തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒത്തിരി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി ഗൾഫിലെ പല ദേശങ്ങളിലും എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രായാധിക്യത്തിൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളുമുണ്ട്. അവർക്ക് രോഗപീഠകളുണ്ട്, ഗർഭിണികളായിട്ടുള്ളവരുണ്ട്, കുഞ്ഞുങ്ങൾ, അങ്ങനെ തുടങ്ങി പല പല അരക്ഷിതാവസ്ഥയിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാ? കർത്താവേ, ഈ തിന്മയെ തകർക്കണമേ. ഇതിലൊരു തിന്മയുണ്ട്, ആ തിന്മയെ തകർക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 16, റോമാക്കാർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം തിരുവചനം 16-20 വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. കണ്ടോ? വിശ്വസിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള പൈശാചിക ശക്തികളെ കർത്താവെ നിർവീര്യമാക്കണമേ. തെറ്റായ ചിന്തകൾ, അനൈക്യത്തിൻ്റെ ചിന്തകൾ, വെറുപ്പിൻ്റെ ചിന്തകൾ, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത ചിന്തകൾ, ഇന്നലകളിലെ മുറിവേറ്റ അനുഭവങ്ങളോടുകൂടെ തെറ്റായ തീരുമാനമെടുക്കുന്ന എല്ലാ മത നേതാക്കളെയും സമർപ്പിക്കുന്നു. റോമാലേഖനം 16-20 ശക്തിയാൽ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ വലിയൊരു ഡെലിവറൻസ് സംഭവിക്കണമേ. ഉച്ചത്തിൽ ഏറ്റുപറയുന്നു, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയാണ്. ഇപ്രകാരം ഈ അസ്വസ്ഥതകൾ വളരുമ്പോൾ സമാധാനത്തിന് വേണ്ടി സ്നേഹബുദ്ധിയ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഈ സമാധാനം അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് പറയാറുണ്ട്, അച്ചോ ലോകരാജ്യങ്ങളുടെ യുദ്ധത്തെക്കാൾ വലുതാണ് വീട്ടിൽ നടക്കുന്ന യുദ്ധം, വീട്ടിലെ യുദ്ധം. നമ്മൾ ലോകരാജ്യങ്ങളിലെ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ആക്രമിച്ചു, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്നും കൂടെ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്, ഇതൊരു ആത്മീയമായിട്ട് വളരുന്നതിനുള്ളൊരു സമയമാണ്. ഈ സ്നേഹം നമ്മുടെ വീട്ടിലാണ് നമ്മൾ ആദ്യം അനുഭവിക്കേണ്ടത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ഞെരുക്കം ഉള്ളപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ ശൈലിയിൽ നമുക്കൊരു മാറ്റം വരുത്തണം. ചില വചനങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായം 1-ാം തിരുവചനം. സങ്കീർത്തനം 46 അതിൻ്റെ 1-ാം തിരുവചനം ഒന്ന് തുറന്ന് വായിച്ചേ. നല്ല ഒന്നാന്തരം വചനമാണ്, വായിച്ചു പഠിക്കാം. സങ്കീർത്തനം 46 അതിൻ്റെ 1-ാം തിരുവചനം കിട്ടിയോ? ഒച്ചത്തിൽ വായിച്ചേ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഹല്ലേലൂയ.
വലതുകര ഉയർത്തി വചനം പറഞ്ഞ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 2-ാം തിരുവചനം. പ്രത്യേകിച്ച് ഇത് പ്രാർത്ഥിക്കേണ്ടത് ആർക്കെങ്കിലും ഈ ഒരു യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടവർ, ഓർത്തോർ ദുഃഖിക്കുന്നവർ, വളരെ ഭാരപ്പെടുന്നവർ വായിച്ച് പ്രാർത്ഥിക്കേണ്ട തിരുവചനമാണ് യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം. വായിച്ചാലോ? സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കണം. സാധിക്കുന്നവരൊക്കെ നോട്ട്ബുക്കിൽ ഈ വചനം പലതവണ എഴുതി ഈ ദിവസങ്ങളിൽ അത് പ്രാർത്ഥിക്കണം, പ്രഖ്യാപിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളത് ഏറ്റെടുക്കണം കേട്ടോ. വലതുകര ഉയർത്തിപ്പിടിച്ച് വചനം ഏറ്റു പറഞ്ഞ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ കുറെ അധികം പേർക്ക് ഇനി എന്താകുമെന്നുള്ള ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു സങ്കടം ഉണ്ടാവും, ഭാരം ഉണ്ടാവും. അവരുടെ ജീവിതം, ജോലി, വരുമാന മാർഗം. നിയമാവർത്തന പുസ്തകം ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചേ. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 6-ാം തിരുവചനം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 31:6. നിയമാവർത്തനം 31 അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. വലതുകര ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് ഏറ്റുപറയാം. നിയമാവർത്തനം 31:6. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഓ പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗം അടയപ്പെട്ടവര്, ഒറ്റപ്പെട്ടവര്, വിസ കാലാവധി തീർന്നവര്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര്, ജയിലിൽ കഴിയുന്നവര്, ജീവിതത്തിൽ ഒരു വഴിയും ഇനി മുമ്പോട്ടില്ല എന്ന അർത്ഥത്തിൽ സങ്കടപ്പെട്ട് ഉറക്കം കിട്ടാതെ വലയുന്നവരൊക്കെ ഗൾഫ് നാടുകളിലുണ്ട്. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിയമാവർത്തന പുസ്തകം 31:6 അവരിൽ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ നിന്ന് നീങ്ങുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടൊള്ളണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16:33. ബുക്ക് ഓഫ് ജോൺ, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16:33. യോഹന്നാന്റെ സുവിശേഷം 16:33. ഇതൊരു ഉറപ്പാണ്, വായിക്കാം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏറ്റുപറയേണ്ടതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ലോകത്തിൽ നിനക്ക് ഞെരുക്കമുണ്ടാകും, പക്ഷേ നീ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതാണ് അർത്ഥം. കേട്ടല്ലോ, ധൈര്യം വേണം, ധൈര്യം. പല പ്രശ്നങ്ങളുണ്ടാവും, ഞെരുക്കം ഉണ്ടാവും, ഞെരുക്കം. ഈ ഞെരുക്കത്തെ നമ്മൾ അതിജീവിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, എത്രയും ദയുള്ള മാതാവേ,
നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.